ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ത്രീ ഫേസ് ഡി ബി, അതായത് ത്രീ ഫേസ് ഡി ബി നമ്മൾ ചെയ്തതിന് ശേഷം ഉള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇനി അതിൻ്റെ സ്റ്റേജ്, അത് ഓരോ സ്റ്റേജായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഡി ബി ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ സർക്യൂട്ടുകളാണ് ഏതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിലാണ് നമ്മളിന്ന് ആദ്യം തന്നെ നോക്കുന്നത്. ഇത് ത്രീ ഫേസ് ഡി ബി ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടു, അതിന് മുന്നുള്ള വീഡിയോസാണ് ഈ കാണുന്നത്. നിങ്ങൾ കണ്ട പോലെ തന്നെ ഓരോ റൂമിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ റൂമുകളിൽ നിന്നും കിച്ചണിൽ നിന്ന് ഹാളിൽ നിന്നും ഓരോ സെപ്പറേറ്റ് സർക്യൂട്ടുകളാണ് വന്നിരിക്കുന്നത്. ഈ സെപ്പറേറ്റ് സർക്യൂട്ടിൽ നിന്ന് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, ഇങ്ങനെ മെയിൻ വയറുകളിൽ നിന്ന് ഏകദേശം ഒരു 5 വയറുകളാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ സർക്യൂട്ട് കാര്യങ്ങൾ ഓരോന്ന് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് ഡി ബിയുടെ ഏതൊക്കെ പൊസിഷൻസ് എന്നാണ്. ഇതൊക്കെ കാണുന്നത്, ഈ 3 കാണുന്നത് ന്യൂട്രൽ ലിങ്കാണ്. പിന്നെ ഈ കാണുന്നത് എർത്തിൽ റോഡാണ്, എർത്ത് ലിങ്ക്. അതായത് നമ്മുടെ റൂമുകളിൽ നിന്നും സർക്യൂട്ടുകൾ വരുന്നതിൻ്റെ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, എർത്തുകൾ വരുന്ന ലിങ്കുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 റോഡാണ് കണ്ടത്. പിന്നെ ഈ സൈഡിൽ നമ്മൾ കാണുന്ന 3 റോഡ്. പിന്നെ ഇതെല്ലാം കാണുന്നത് സർക്യൂട്ട് അവസാനം ക്ലിയർ ചെയ്ത ഫേസ് മാത്രമാണ് വരുന്നത്, അവസാനത്തെ ഫേസ് മാത്രമാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എങ്ങനെയാണ് ഏറ്റവും ആദ്യം ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ടിൽ നിന്ന് ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ഏതാണെന്നാണ്. ഈ കാണുന്ന എല്ലാം തന്നെ സർക്യൂട്ട് വന്നിരിക്കുന്ന പൈപ്പുകളാണ്. അത് വന്നിരിക്കുന്ന ഡ്രസ്സ് ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യം തന്നെ എടുത്തിരിക്കുന്ന പച്ചയാണ്. എർത്ത് എല്ലാ സർക്യൂട്ടുകളിൽ നിന്നും എടുത്ത് കറക്റ്റ് ചെയ്ത് ടാഗ് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ടാഗ് ചെയ്ത് കർവ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഉണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു സ്ഥലത്ത് ഒതുക്കി നീറ്റായിട്ട് കൊണ്ടുവന്നതിന് ശേഷം നേരെ നമുക്ക് നമ്മുടെ എർത്ത് റോഡുണ്ട്, എർത്ത് ലിങ്ക് ഉണ്ട്. ആ എർത്ത് ലിങ്കിലേക്ക് ഓരോ സ്ക്രൂവിലേക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മളെല്ലാം തന്നെ അതിലേക്ക് ടെർമിനേഷൻ ചെയ്തിരിക്കുന്നത്. എല്ലാം കറക്റ്റ് ചെയ്ത് നമ്മൾ എർത്ത് കാര്യങ്ങൾ, അതായത് എർത്ത് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ പച്ച വയറാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, 1.5 ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അടുത്ത എർത്ത് ഓൾറെഡി എല്ലാ സർക്യൂട്ടിൽ നിന്നും എടുത്തു. ഇനി ഇതുപോലെ തന്നെ അടുത്ത സർക്യൂട്ടിൽ നിന്ന് എടുക്കേണ്ടത് ന്യൂട്രൽ വയറാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പല സർക്യൂട്ടുകളിൽ ന്യൂട്രൽ വയറുകളുണ്ട്. ഇതുപോലെ തന്നെ ന്യൂട്രൽ വയറുകൾ നമ്മൾ എല്ലാം കറക്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ടാഗ് ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ, ബ്ലാക്കും നീലയുമാണ് ഇവിടെ നമ്മൾ കോമൺലി ന്യൂട്രലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ നേരെ 2.5 വയറുകളാണ് കൂടുതലും വരുന്നത്. അത് ടാഗ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം എല്ലാം ഇതേപോലെ തന്നെ ടാഗ് ചെയ്ത് കർവ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ സെക്ഷനിൽ നിന്നും നമ്മൾ വന്നിരിക്കുന്ന എർത്തും ന്യൂട്രും, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുന്നത് ന്യൂട്രും ഉണ്ട്. ഈ 2 ന്യൂട്രുകളും തമ്മിൽ 2 ബാറുകളിലായിട്ട് കൊടുക്കാം. 2 ബാറുകൾ സ്ഥലം ഉള്ള അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വയറ് ശരിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടായി ആർക്ക് ചെയ്യാനുള്ള ചാൻസും തീ പിടിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഇപ്പോൾ 2 ബാറിൽ ഒതുങ്ങാവുന്ന വയറുകളാണ് നമുക്ക് ഇവിടെ ഈ 3 ഫേസിൽ കണക്ഷനിൽ നമുക്ക് ഉള്ളത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാസ്റ്റർ വയർ നിങ്ങൾ കാണുന്ന പോലെ തന്നെ മാസ്റ്റർ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഇത് നമ്മൾ എല്ലാ റൂമുകളിൽ നിന്ന് വന്നിരിക്കുന്ന മാസ്റ്ററും റൂമുകളും എല്ലാ സ്ഥലത്തും നമ്മൾ മാസ്റ്റർ വലിച്ചിട്ടുണ്ട്. ആ എല്ലാം കൊണ്ടുവന്നതിന് ശേഷം ആ മാസ്റ്റർ വയർ നീലയാണ്, 1.5 നീല ടാഗ് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ എല്ലാം ടാഗ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എല്ലാം കറക്റ്റ് ചെയ്ത് പോയേക്കണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ആ മാസ്റ്റർ വയറുകളെല്ലാം തന്നെ ഒന്നിച്ച് ലിങ്ക് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. വേറെ കണക്ഷൻസ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ എല്ലാം കൂടി ഒന്നിച്ച് ടേപ്പ് ചെയ്ത് ഒന്നിച്ചടിച്ച് ക്ലിയർ ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ചാൽ മാത്രം മതി. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാസ്റ്ററിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി വരുന്നത് ഇൻവെർട്ടറിൻ്റെ സെക്ഷനാണ്. ഇൻവെർട്ടറും ഇതുപോലെ തന്നെ എല്ലാ നമ്മുടെ സർക്യൂട്ടുകളിൽ നിന്നും സെപ്പറേറ്റ് എടുത്ത് നമ്മൾ ടാഗ് ചെയ്ത് കൊണ്ടുവന്നാണ് ഈ കാണുന്നത്. എല്ലാ സർക്യൂട്ടിൽ നിന്നും സെപ്പറേറ്റ് 1.5 മഞ്ഞയാണ് നമ്മൾ ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കുന്നത്. അതെല്ലാം ടാഗ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് വിങ് ചെയ്ത് മാറ്റിയിരിക്കണം. ഇനി അത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒറ്റയായിട്ട് മാറ്റിയതിന് ശേഷം നമ്മളൊരു MCB വെച്ച് കൊടുക്കും. അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട് വേണ്ടി മാത്രം ഒരു MCB. ആ MCBയിലേക്ക് ഈ പറയുന്ന എല്ലാ വയറുകളും ഒന്നിച്ച് ലിങ്ക് ചെയ്ത് ഒരൊറ്റ വയറാക്കിയിട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ ഇൻവെർട്ടർ സെക്ഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു സെക്ഷൻ അവിടെ നിന്ന് മാറി നിൽക്കുന്ന രീതിയാണ്. ഇനി ഈ കാണുന്ന എല്ലാം തന്നെ സാധാ ഫേസാണ് വരുന്നത്. സാധാ ഫേസുകൾ എന്ന് പറയുന്നത്, സാധാ ഫേസിനോട് നമ്മൾ മെയിൻ സർക്യൂട്ടുകൾ, പവർ സർക്യൂട്ടുകൾ, AC സർക്യൂട്ട് ഇതെല്ലാം വരുന്ന സമയത്ത് ഫേസ് വരുന്നുണ്ട്. ന്യൂട്രൽ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തു, എർത്തും കണക്ട് ചെയ്തു. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസാണ് വരുന്നത്. ഈ ഫേസ് നമ്മളെല്ലാം കൂടി ടാഗ് ചെയ്തതിന് ശേഷം നമുക്ക് MCBകളിലേക്കാണ് കൊടുക്കേണ്ടത്. മെയിൻ വരുന്ന MCBകളിലെ എല്ലാ സെക്ഷനിലേക്കും തിരിച്ച് അതിൻ്റെ ആംബിയർ അനുസരിച്ചിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേസ് എല്ലാ ആംബിയർ അനുസരിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. ഏറ്റവും അവസാനത്തെ ഫൈനൽ സ്റ്റേജാണ് വരുന്നത്. അതിൻ്റെ ഓരോ ഔട്ടും വരുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. 3 ഫേസിൻ്റെ 3 ഫേസും വന്നിരിക്കുന്നു. ഫേസ് കണക്ട് ചെയ്തിരിക്കുന്നു. ഫേസ് നേരെ വന്നതിന് ശേഷം 3 ഫേസും വന്നു. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വേണ്ട ആംബിയർ അനുസരിച്ചിട്ട് നമ്മൾ എല്ലാ MCBകളിലും സെപ്പറേറ്റ് ഓരോ സർക്യൂട്ടിനും സെപ്പറേറ്റ് MCBകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കൊടുത്തതിന് ശേഷം നമ്മുടെ DB ചാർജ് ചെയ്തിരിക്കുന്നതാണ്
ഈ കാണുന്ന DB ചാർജ് ചെയ്ത് നമ്മൾ പറയുന്ന വെളിച്ചം കാര്യങ്ങളെല്ലാം ഓൾറെഡി ഓക്കെ ആക്കി കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു DB എങ്ങനെ കണക്ട് ചെയ്യേണ്ട ഡ്രസ്സിങ് കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊക്കെ വയറുകളാണ് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. കാരണം നിങ്ങൾ കണ്ടതിന് ശേഷം ആരും തന്നെ ലൈക്ക് ചെയ്തില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.